നാഗേഷൻ ഡയറക്റ്റ് ചെയ്ത കൽക്കി 2898 ഇന്ത്യൻ സിനിമയിൽ തന്നെ മോസ്റ്റ് അംബിഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. 600 crores ആണ് ഈ സിനിമയിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിനിമാറ്റിക് പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇതിന്റെ ജോൺറ എന്ന് പറയുന്നത് സൈഫൈ മിത്തോളജി മിക്സ് ആണ്. അപ്പോൾ ഇത്തരമൊരു നാച്ചുറലി ഇത്തരമൊരു സിനിമ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നോക്കുക, കമ്പയർ ചെയ്യുക ഹോളിവുഡ് ഫിലിംസ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരുപാട് റെഫറൻസസ്, ഒരുപാട് ഇമ്പോർട്ട്സ് ഈ സിനിമയിലുണ്ട്. ബട്ട് ദാറ്റ്സ് ഫൈൻ. കാരണം വെച്ചാൽ ഇതുവരെ ഇറങ്ങിയ ഒരു ഇന്ത്യൻ സിനിമയിലും ഇത്രയും ഒരു ടെക്നിക്കൽ ബ്രില്യൻസിലുള്ള വിഷ്വൽ ഇഫക്ട്സും ഈ സിനിമയിലെ ഫൈറ്റ്സും ബാക്കി ഒരുപാട് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളതും ഒന്നും നമ്മൾ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ നായകന് ആദ്യമേ തന്നെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് സിനിമയുടെ ഒരു നാച്ചുറൽ ഒരു തീമിലേക്ക് വരാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ഗുഡ് വേൾഡ്, ഒരു ഈവിൾ വേൾഡ്, ഒരു സേവിയർ, അങ്ങനെയൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു ഫോർമുല. സെയിം സംഭവം തന്നെയാണ്. ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡ് ആയിട്ട് നമ്മുടെ കാശിയുണ്ട്. കാശി മൊത്തം തകർന്നു തരപ്പണായ ഫുൾ പാപ്പറായ ആൾക്കാരാണ്. അപ്പം അതിനപ്പുറത്ത് ഇവരുടെ റിസോഴ്സസ് എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്ത് വളരെ സുഖമായി പ്രിവിലേജ്ഡ് ആയിട്ട് ജീവിക്കുന്ന വേറൊരു വേൾഡാണ് നമ്മുടെ കോംപ്ലക്സ്. അതിനപ്പുറത്ത് ഇപ്പോൾ കാശിയുടെ പഴയ ഗ്ലോറിയൊക്കെ റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന റിബൽ ഗ്രൂപ്പാണ് ശംബാല. ഈ ശംബാലയുടെ ചീഫ് എന്ന് പറയുന്നത് നമ്മുടെ ശോഭനയാണ് കേട്ടോ. ശോഭന ഫൈറ്റ് ചെയ്യുന്നതൊക്കെ സൂപ്പർ സീൻസ് ആണ് കൊള്ളും. പിന്നെ ഈ സിനിമയിൽ പെട്ടെന്ന് പറയാൻ തോന്നുന്നൊരു പോയിന്റ്, മലയാള സ്റ്റാർസിനെ കുറിച്ച് നല്ല പ്രോമിനൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാമിയായിട്ട് വരുന്ന ആളുകൾക്കാണെങ്കിലും പിന്നെ അന്നാബൻ, ജോബൻ, ഇങ്ങനെ ഇവർക്കൊക്കെ നല്ല റോളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലേക്ക് നമുക്ക് പോവാം. ഈ സിനിമ മൊത്തത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇത് കുറച്ച് ഇതിൻ്റെ ഒരു ഡാമേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് സിവിയറാണ്. ഈ ക്യാരക്ടേഴ്സും സ്ക്രിപ്റ്റും തമ്മിലൊരു കോഹറൻസും ഇല്ല. അപ്പോൾ നമ്മൾ ചെന്നിരുന്നത് ആദ്യം കാണുമ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫസ്റ്റ് ഹാഫിലാണ്. എസ്പെഷ്യലി നമ്മുടെ ഭൈരവ, അതായത് റിബൽ സ്റ്റാറായ പ്രഭാസി എന്ന ക്യാരക്ടർ. പ്രഭാസിൻ്റെ ഒരു റോബോ വടികൾ ബുദ്ധിയുണ്ട്. അവർ തമ്മിൽ വിറ്റി കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നു. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റർ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഇവിടെ ഇനി ഒറ്റ സ്കോപ്പ് കിടക്കുന്നത് സെക്കൻഡ് ഹാഫിലാണല്ലോ. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഒരു 10 minutes കഴിഞ്ഞപ്പോൾ സിനിമ ടേക്ക് ഓഫ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് എൻഡ് വരെ ഈ സിനിമ ഭയങ്കര ഗ്രിപ്പിംഗ് ആണ് കേട്ടോ. അല്ലാതെ നമ്മൾ ശരിക്കും എൻഗ്രോസ് ചെയ്യിപ്പിക്കുന്നത് വിഷ്വൽ എഫക്ട്സും ഫൈറ്റ്സും കാര്യങ്ങളും. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിടക്കുന്നത് അവിടെയാണ്. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനൊക്കെ പെട്ടെന്നൊന്ന് നോക്കാം. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് ചെയ്ത് ഇരുത്തുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ അശ്വത്ഥമ. അതായത് നമ്മൾ അമിതാഭ് ബച്ചൻ ചെയ്യുന്ന റോള്. അമിതാഭ് ബച്ചനെതിരെ ഒരു ടവറിങ് പ്രസൻസ് ആണ്. മൂപ്പരുടെ ഫൈറ്റ്സും മൂപ്പരുടെ കാര്യങ്ങളൊക്കെ റേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൂപ്പർ 81 ആണോ അതോ 18 ആണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ഈ സിനിമയുടെ ടോപ്പ് പെർഫോമർ ആയിട്ട് എനിക്ക് തോന്നിയത് അമിതാഭ് ബച്ചനെയാണ്. അതിന്റെ തൊട്ട് ബാക്കിൽ നമ്മുടെ ദീപിക പടുക്കോൺ ഫസ്റ്റ് ഹാഫിലുണ്ട്, സെക്കൻഡ് ഹാഫിലുണ്ട്. ദീപികനെ സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ടൊന്നും അല്ല, പക്ഷെ ഒരു ഗ്രേസ്ഫുൾ പ്രസൻസ് ആണ് ശോഭന. പിന്നെ അന്നാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കണ്ടത് ഹിന്ദി വേർഷനാണ്. അപ്പോൾ ലിപ് സിങ്കിങ് ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നി. പക്ഷെ ഷീസ് ഗിവൺ എ ഗുഡ് റോൾ. അങ്ങനെയൊക്കെയാണ് ക്യാരക്ടേഴ്സ് ഇരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വളരെ ലൗസി ആയിട്ട് നിൽക്കുന്ന ഈ ഭൈരവ എന്ന നമ്മുടെ പ്രഭാസി എന്ന ക്യാരക്ടർ ഒന്നും കൂടിയും എന്താ പറയുക, ഒന്ന് ട്രാൻസിഷൻസും മഹാഭാരത റെഫറൻസിനോടൊപ്പം ചില ട്രാൻസിഷൻസ് വരുന്നുണ്ട്, എലിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, സ്ട്രോങ് ആവുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ എൻഡിൽ ഓഫ്കോഴ്സ് ഈ സിനിമയുടെ സീക്വലിനെ കുറിച്ചുള്ള റെഫറൻസ് വരുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മൾ തീരുമാനിച്ചു സീക്വൽ കാണുന്നത്. കാരണം അത് മുഴുവൻ നമ്മുടെ യാസ്കിന്റെ കളികളായിരിക്കും. വേറെ ഒരു കാര്യം പറയാനുള്ള, ഈ സിനിമയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഒരു ക്രിറ്റിസിസം വരുന്ന ഏരിയ ഓഫ്കോഴ്സ് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല ഫ്ലാറ്റ് സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഇനിയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു, കാരണം ഇപ്പൊ നമ്മൾ ഓൾറെഡി അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു, പിന്നെ കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസും ബാക്ക് സ്റ്റോറികളൊക്കെ ആയിട്ട് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നതാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് സമയം എടുക്കുമായിരിക്കും. പിന്നെ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഞാൻ IMAX 3Dയിലാണ് കണ്ടത്. ഞാൻ ബേസിക്കലി ഒരു 3D ലവറല്ല, പക്ഷെ ഈ സിനിമ എനിക്ക് 3Dയിൽ കണ്ടത് ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും 3D കാണാൻ ശ്രമിക്കുക. OTTക്ക് ആയിട്ട് വെയിറ്റ് ചെയ്യരുത്, കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു അടുത്തൊരു സിനിമയായിട്ട് പെട്ടെന്ന് തന്നെ വരാം.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.